5 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള 6 പേരിൽ 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട് എന്നാണിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടറും കമ്മീഷണറും ബന്ധപ്പെട്ടിരുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് കമ്മീഷണറും കളക്ടറും നേരിട്ട് സ്ഥലത്തെത്തിച്ചേർന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകും. തുടർന്നുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വണ്ടി ഓടിച്ചിരിക്കുന്നവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് തടി കയറ്റിയിട്ടുള്ള വണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളത്. മാഹിയിൽ വണ്ടി നിർത്തി മദ്യം മേടിച്ച് വണ്ടിയിലുണ്ടായിരുന്ന 2 പേരും ക്ലീനറും ഡ്രൈവറും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. IPC 304 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൂപ്പ് ഫോണും ഇല്ലാത്ത വിധത്തിൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നോക്കിയിട്ടുമുണ്ട്. ഇവിടെ ആളുകൾ കിടന്നുറങ്ങാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് പക്ഷേ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നൽകും. പക്ഷേ എന്തു വന്നാലും വണ്ടി ഓടിച്ചിരുന്നവരുടെ ഭാഗത്ത് നിന്നാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റെന്നും അവിടുത്തെ ഡിവൈഡർ ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ വാഹനം അമിത വേഗതയിൽ വന്നിട്ടുള്ളത് എന്നും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടപ്പിലാക്കും. ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ മരണപ്പെട്ടവരെ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് സർക്കാർ തന്നെ പ്രത്യേകമായി തയ്യാറാക്കുന്ന വാഹനങ്ങളിൽ അവരുടെ വീടുകളിലെത്തിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കണം എന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടറോടും ഇക്കാര്യം കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതസംസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള സഹായം അവർക്ക് നൽകാനും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടപടികൾ വേഗതയിലാക്കും. ജില്ലാ കളക്ടറും കമ്മീഷണറും അവിടെ പോയി സന്ദർശിച്ചതിനെ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാകും. എന്തായാലും ഏത് സാഹചര്യത്തിലും കുറ്റമുണ്ടായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന വിധത്തിലുള്ള ബോധ്യപ്പെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ നേരെയാണ് ഈ ആക്രമണവും മരണവും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കും. ഇതിൽ കുറ്റക്കാരായ ഒരാളെയും വെറുതെ വിടാൻ പോകുന്നില്ല. തുടർന്നുള്ള നടപടിക്രമങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം കോർഡിനേറ്റ് ചെയ്യും. ആളുകളുടെ ചികിത്സയും നൽകാനുള്ള എല്ലാ നിർദ്ദേശവും മെഡിക്കൽ കോളേജ് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും ഇതിനകം നൽകിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലാണെന്നുള്ളത് കൊണ്ട് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സകൾ ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മരണപ്പെട്ടവരെ അവരുടെ വസതികളിലെത്തിക്കാനും അതുപോലെ തന്നെ ചികിത്സ തുടരാനുമുള്ള എല്ലാ പ്രവർത്തനവും കോർഡിനേറ്റ് ചെയ്യാൻ തൃശ്ശൂർ ജില്ലാ കളക്ടറെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടറും കമ്മീഷണറും ഇപ്പോൾ മിനിറ്റുകൾക്കകം നമ്മൾ ഈ സംസാരിച്ച് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരും. രാവിലെ കാര്യം ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിരുന്നു. ജില്ലയിലെ പോലീസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അവർ തന്നെ നേരിട്ട് അവിടെ പോകണം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ബന്ധപ്പെട്ടവർ അങ്ങോട്ട് പോകുന്നത്. എല്ലായിടത്തും സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും സഹായവും ഉണ്ടാകും. ഉറപ്പായിട്ടും സാധാരണ കേരളത്തിലുള്ള നടപടിക്രമമാണല്ലോ അത്. മരണപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള സംവിധാനം മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ നിധിയിൽ നിന്നുണ്ടാകും. അത് സാധാരണ CMDRFൻ്റെ നോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ കൂടുതൽ സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ കാര്യം പരിശോധിക്കുക. സാധാരണ നിലയിലുള്ള സഹായം ഉറപ്പായിട്ടും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അവർക്ക് നൽകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. ടെന്നീസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട പാട്ട കുടിശ്ശികയിൽ തുടർന്ന് അതിപ്പോൾ ഒരു ജപ്തി നടപടിയിലേക്ക് വരുന്ന കാര്യം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധി പകർപ്പ് ലഭിച്ചതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഒഫീഷ്യലായി നടക്കേണ്ട കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച്
നിർദ്ദേശമൊന്നും കൊടുക്കേണ്ടതില്ല. സാധാരണ നിലയിൽ കുറച്ച് കാലമായി നടന്നു വരുന്ന നടപടിക്രമമാണ്. കോടതി ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. സ്റ്റേയുമായി ബന്ധപ്പെട്ട് കോടതിയിലെ പുതിയ ഉത്തരവ് ഇറങ്ങിയ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരവും റവന്യൂ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചനുസരിച്ചുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും. അത് വേറെ കുറവൊന്നും ഉണ്ടാകില്ല. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIക്ക് വോട്ട് വലിയൊരു ചോർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ CPM തെരഞ്ഞെടുപ്പുമായിട്ട് പ്രചരണമായിട്ട് സഹകരിക്കാത്തതുകൊണ്ടാണോ അത്തരത്തിലൊരു അല്ല, അങ്ങനെ ഒരു വിലയിരുത്തലത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല. രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിയാണ് പറയേണ്ടത്. പക്ഷേ പ്രാഥമികമായി വോട്ട് എല്ലാവർക്കും കുറഞ്ഞിട്ടുണ്ട്. വോട്ട് ശതമാനം കുറഞ്ഞതനുസരിച്ച് എല്ലാവർക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറഞ്ഞതിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന കാര്യമൊക്കെ സ്വാഭാവികമായിട്ടും പാർട്ടി കമ്മിറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്ന് പരിശോധിക്കും. മറ്റൊരു കണ്ടെത്തൽ ഇപ്പോൾ എന്തായാലും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൂട്ടായ പ്രവർത്തനമാണ് 3 ഉപതെരഞ്ഞെടുപ്പുകളിലും നടന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി പറയാം. ഇപ്പോൾ ഇത് ഇത്രയും മതി.